ഹലോ, ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി അപ്പം തയ്യാറാക്കിയാലോ? അപ്പം ഇഷ്ടമല്ലാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അതും സോഫ്റ്റായി വളരെ ടേസ്റ്റിയായ അപ്പം. അതായത് കഴിക്കാൻ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. അത്ര ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരപ്പമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? ആദ്യം ഞാൻ എടുത്തത് 2 ഗ്ലാസ് പച്ചരിയാണ്. സാദാ പച്ചരിയാണ്. അത് നമ്മളിവിടെ കയ്യാറട്ട് പച്ചരി എന്നൊക്കെ പറയും. ആ പച്ചരിയാണ് എടുത്ത് 2 ഗ്ലാസ് പച്ചരി എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് അതിനെ ഞാൻ കുതിർക്കാനായിട്ട് വെച്ചു. കാരണം നന്നായിട്ട് കഴുകിയിട്ട് തന്നെ കുതിർക്കാൻ വെച്ചാൽ ആ കുതിർക്കുന്ന വെള്ളത്തിൽ തന്നെ നമുക്കിത് അരയ്ക്കാൻ പറ്റും. അതാണ് നല്ലത്. അങ്ങനെ ഞാൻ ഒരു 6-7 മണിക്കൂർ കുതിർത്തിട്ട് അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തു. 2 ഗ്ലാസ് അരി ആയതുകൊണ്ട് എനിക്ക് 2 പ്രാവശ്യമായിട്ട് അരയ്ക്കേണ്ടി വന്നു. അത് ഒറ്റ പ്രാവശ്യം ആയി മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് എടുക്കുന്ന അളവിനനുസരിച്ച് നമുക്ക് ബാക്കി സാധനങ്ങളും കൂടെ എടുത്താൽ മാത്രം മതി. ഞാനിത് 2 ഗ്ലാസ് അരി ആയതുകൊണ്ട് അതിലേക്ക് 1 ഗ്ലാസ് ചോറാണ് ഇട്ടത്. അതായത് അരിയുടെ നേർ പകുതി ചോറ്. ആ ചോറിട്ട് ആദ്യം അരച്ചെടുത്തു. അരി അരച്ചതിന് ശേഷം ആ ചോറും കൂടെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് ഈ അരിയോടൊപ്പം ചേർത്തു. അരച്ച ആ മാവിൽ ചേർത്തിട്ട് ഇനി നമുക്കിതിനെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. കാരണം മിക്സിയിലൊക്കെ ഒഴിച്ച് വെള്ളം കുറച്ചേ ഒഴിക്കാവുള്ളൂ. കാരണം വെള്ളം കൂടിപ്പോവും രാവിലെ ഇത് തുറന്ന് നോക്കുമ്പോൾ. കൈകൊണ്ട് നന്നായിട്ട് ഇതിനെ അങ്ങ് യോജിപ്പിച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കണം. ഞാനിതിപ്പോൾ നോക്കിയപ്പോൾ പാത്രത്തിൽ 3/4 പാത്രത്തോളം മാവുണ്ട്. അപ്പോഴിങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ ഇത് പൊന്തി കളയാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനത് 2 പാത്രത്തിലാക്കി ഒഴിച്ചു വെച്ചു. കാരണം 2 എണ്ണത്തിലാകുമ്പോൾ പൊന്തി വന്നാലും കളയില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഒഴിച്ച് ഇതിപ്പോൾ തലേന്ന് ആട്ടി വെക്കുകയാണ് ഞാൻ. രാത്രി ഫുള്ള് ഇരിക്കുമ്പോൾ മാവ് നല്ല പാകത്തിന് രാവിലെ വരുമ്പോൾ റെഡിയായിരിക്കും. നോക്കി പൊളിച്ച് പൊന്തി നന്നായിട്ട് ഇരിപ്പുണ്ട് മാവ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ആ സ്പെഷ്യൽ ചേരുവകൾ ചേർക്കുന്നത്. ഈ മാവിലേക്ക് ഇനി നമ്മൾ വേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് തിരുമിയ തേങ്ങ. ഇത് ഞാൻ രണ്ടാമത് മാറ്റി വെച്ച പാത്രത്തിലെ മാവാണ് കേട്ടോ. അതും അതുപോലെ പൊളിച്ചിരിക്കുകയാണ്. ഈ മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് തേങ്ങ എടുക്കുക. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി എന്ന് പറയുമ്പോൾ ഒരു 10 ചെറിയ ഉള്ളിയോളം വൃത്തിയാക്കിയത് വേണം. അതും ചേർത്ത് ഒരല്പം ജീരകവും കൂടെ അതിൽ ചേർക്കുക. ചേർത്തിട്ട് ഇതിനെ നന്നായി അരച്ച് നമ്മൾ ഈ കലക്കിയ മാവിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പും ചേർത്തിട്ട് പിന്നെ നമ്മൾക്ക് ഒരു 1/2 സ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർക്കാം. ആ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോഴത്തേക്ക് ഭയങ്കര സോഫ്റ്റായ ടേസ്റ്റിയായ മാവാവും. ആ ഉള്ളിയും തേങ്ങയും ജീരകവും കൂടെ അരച്ച് ചേർത്ത് വെക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് അരച്ച് ചേർത്തിട്ട് നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ് കേട്ടോ. സത്യത്തിൽ ചൂടോടെ നമുക്ക് കഴിക്കും. ഒരു കറിയുടെ ആവശ്യവുമില്ല. നമ്മൾ കട്ടൻ ചായ ഇട്ടിട്ട് ഈ അപ്പം എടുത്ത് ചൂടോടെ കഴിച്ച് നോക്കൂ. അത്ര ടേസ്റ്റിയാണ്. അതുമാത്രമല്ല വളരെ സോഫ്റ്റ്. നമുക്ക് അപ്പക്കല്ലിൽ ഒഴിച്ച് ചുടാം. ഇതുപോലെ ദോശച്ചട്ടി, ആ ദോശ ചുടുന്ന കല്ലുണ്ടല്ലോ അതിൽ ഒഴിച്ച് നമുക്ക് പരത്തി അടച്ചു വെച്ചും ചുട്ടെടുക്കാം. ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്കിതുപോലെ അപ്പം ചുട്ടെടുക്കാൻ പറ്റും. ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എടുക്കുന്ന ചേരുവകൾ ഇങ്ങനെ ആയിരിക്കണം എന്നേ ഉള്ളൂ. അളവ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ തേങ്ങയുടെ അളവ് നമുക്ക് എത്ര വേണോ ചേർക്കാം. തേങ്ങ ചേർക്കും തോറും അത് ടേസ്റ്റി ആകത്തേ ഉള്ളൂ. ഏകദേശം എന്തായാലും 1 ഗ്ലാസ് ചോറ് ചേർക്കുമ്പോൾ ഏകദേശം 1 ഗ്ലാസോളം തേങ്ങയും കൂടെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ആ ഒരു അളവിലാണ് എടുത്ത് ചേർത്തത്. ഈ രീതിയിലൊന്ന് അപ്പം ചുട്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. സത്യത്തിൽ തീർച്ചയായിട്ടും ഇതിനൊരു കറിയില്ലാണ്ട് തന്നെ ആർക്കും കഴിക്കാൻ പറ്റും. എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. കുട്ടികൾക്കാണെങ്കിൽ ഒരല്പം പഞ്ചസാരയും കൂടെ മാവിൽ ചേർത്ത് കലക്കി ചുട്ടോളൂ. അത് കുറച്ചുകൂടെ ടേസ്റ്റി ആവും ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട്. ഞാൻ ഈ രീതിയിൽ തയ്യാറാക്കിയതാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. മോന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദാൽ കറിയൂടെ തയ്യാറാക്കി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി വെച്ച് കഴിക്കാം. കറി ഇല്ലാണ്ടും കഴിക്കാമെന്നേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട കറി തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ട്രൈ ചെയ്ത് നോക്കണേ.